നമസ്കാരം. പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി 6400 രൂപ കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ തുക ജനുവരി മാസത്തിൽ ഘട്ടം ഘട്ടങ്ങളായി വിതരണം ആരംഭിക്കുമെന്നുള്ള അറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഇപ്പോൾ വിതരണം ആരംഭിച്ചിരിക്കുന്ന തുക എത്തിച്ചേരാത്തവർക്ക് ഈ ആഴ്ചയോടെ തന്നെ വിതരണം പൂർത്തിയായിരിക്കും. സംസ്ഥാനത്ത് 2024 വർഷത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ പരാതികൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി പെൻഷൻ വിതരണത്തിന്റെ സമഗ്ര മാറ്റത്തിനൊരുങ്ങി സർക്കാർ. പെൻഷൻ തുക 2025 ജനുവരി 1 മുതൽ മുടങ്ങാതെ ലഭിക്കാൻ സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കുവാനുള്ള പ്രധാന അറിയിപ്പ് എത്തിച്ചേർന്നു. രേഖകൾ ഹാജരാക്കിയില്ല എങ്കിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടും. വിവിധ മേഖലകളിൽ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് സ്ത്രീ ഗുണഭോക്താക്കൾക്ക് പ്രധാന അറിയിപ്പുകൾ എത്തിച്ചേർന്നിട്ടുള്ളത്. വിധവ പെൻഷൻ, അവിവാഹിത പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക. 2025 ജനുവരി 1 മുതൽ 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവർക്ക് ഈ കാര്യങ്ങൾക്ക് വേണ്ടി രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. അല്ലാത്തവർക്ക് എല്ലാം തന്നെ ഈ നിയമം ബാധകമാണ്. അവർ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. 2025 പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുവാൻ ഈ രേഖകൾ സമർപ്പിച്ചേ മതിയാകൂ. വാർദ്ധക്യകാല പെൻഷൻ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ഈ രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. 2025 എല്ലാ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളും വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. 2025 ഏപ്രിൽ മെയ് മാസത്തോടെയാണ് രേഖകൾ സമർപ്പിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വരും ദിവസങ്ങളിൽ എത്തിച്ചേരും. നിലവിൽ ഇനി എല്ലാ വർഷത്തിലും വരുമാന സർട്ടിഫിക്കറ്റ് പരിശോധന ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഇനി എല്ലാ മാസത്തിലും തുക സ്വീകരിക്കുന്ന സമയത്ത് ഫേസ് മസ്റ്ററിംഗ് ഉണ്ടാകും. നിലവിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് ഈ നിയമം ബാധകമല്ല. കാരണം കൃത്യമായി ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുന്നത്. ഗുണഭോക്താവ് മരണപ്പെട്ടാൽ ബാങ്ക് അക്കൗണ്ട് നിർജ്ജീവമാക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് ഇത്തരം തട്ടിപ്പുകൾ നടക്കാതിരിക്കുവാൻ വേണ്ടിയാണ് ഫേസ് മസ്റ്ററിംഗ് നിലവിൽ വരുന്നത്. ഈ സംവിധാനം ഉടൻ തന്നെ നിലവിൽ വരും. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും മറ്റു വിശേഷങ്ങളും നേരത്തെ തന്നെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.